വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. വീട്ടിൽ ഒരാൾക്ക് മഞ്ഞപ്പിത്തം വന്നാൽ ബാക്കിയുള്ളവർക്ക് വരാനുള്ള ചാൻസസും കൂടുതലാണ്. എന്തൊക്കെയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗലക്ഷണങ്ങൾ നോക്കാം. വയറുവേദന വരിക, ഛർദിൽ വരിക, വയറിളക്കം വരിക, പനി വരിക, ക്ഷീണം വരിക, വയറുവേദന, അതോടൊപ്പം തന്നെ ശരീരത്തിൽ മഞ്ഞ തോന്നുക, അതായത് എക്സ്പെഷ്യലി നമ്മുടെ കണ്ണിൻ്റെ വെള്ള ഭാഗത്തൊക്കെ മഞ്ഞ വരുന്നതൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗലക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ ബോഡിയിലെ ബിലിറുബിൻ്റെ ബിലിറുബിൻ്റെ ലെവൽ ടെസ്റ്റ് ചെയ്താൽ മഞ്ഞപ്പിത്തം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. രോഗിക്ക് കൊടുക്കുന്ന പ്ലേറ്റ്, കപ്പ്, സ്പൂണ് അതൊക്കെ സെപ്പറേറ്റ് വെക്കുക. രോഗിക്ക് യൂസ് ചെയ്യുന്ന വാഷ്റൂം വേറൊരാളെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. കാരണം ഇത് സ്റ്റൂള് വഴി, മലം വഴിയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. സോ അത് ഉറപ്പ് വരുത്തുക. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾക്ക് കൊടുക്കുന്ന ഫുഡ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡും നല്ല വേവിച്ച ഫുഡും വാം ഫുഡും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എസ്പെഷ്യലി ഓയിലി ഫുഡ്, ഫാറ്റി ഫുഡൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. പിന്നീടുള്ളൊരു കാര്യം, നന്നായിട്ട് വെള്ളം കൊടുക്കണം. അത് വാം വാട്ടർ കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസബിൾ. സോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെളിയിലൊക്കെ പോകുമ്പോൾ നേരെയല്ല, വൃത്തി അല്ലാത്ത സാഹചര്യങ്ങളിൽ കുക്ക് ചെയ്യുന്ന ഫുഡൊക്കെ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്.